ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുന്നിട്ടെ. ഇത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാ ആഗ്രഹം ഇതുമായി എല്ലാം തരാൻ മതിയായവൻ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൾ, നമ്മൾ സകലത്തിലും മതിയായവളാകും. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങും. എബ്രായർ 4:16. യേശുവിൻ്റെ പ്രസക്തിയാണോ ഇവിടെ. കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. ദൈവത്തിനടുത്തേക്ക് പണ്ട് യേശുവിന് മുമ്പ് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. പണ്ട് പ്രാർത്ഥന ഇസ്രയേലിലെ പള്ളിയിലൊക്കെ കാലയിലൊരു കെട്ടിയിട്ടായിരുന്നു ആരാധിക്കണ ആൾ അങ്ങ് കയറിപ്പോണേ. അപ്പോൾ അവിടുന്ന് കിലുക്കം എന്തോ നിന്നാൽ പുള്ളിനെ വലിച്ചെടുക്കും, അങ്ങോട്ട് ആരും കയറില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റിയോ എന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്തായിട്ട് ചെല്ലണമെങ്കിൽ അത്ര ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പോൾ ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം യേശുവിനെ സ്വീകരിക്കുന്ന ഏവർക്കും ദൈവമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. അത് നമ്മൾ ചുമ്മാ പറയണല്ല. നമ്മുടെ വീട് മേടിച്ച് കഴിഞ്ഞപ്പം ഒരാളെ കൊണ്ടുവന്ന് ഈ വീട് നോക്കാൻ എൻ്റെ കെട്ടിയവൻ അതിലൊക്കെ വിശ്വാസമുണ്ട്. അപ്പം അത് നോക്കാനൊക്കെ ആളെ കൊണ്ടുവന്നപ്പം അവർ പറഞ്ഞു, ഈ പട്ടിക്കൂട് എടുത്തിട്ട് അങ്ങോട്ട് വെക്കണം, ഈ അലക്കുകല്ല് ഏതാണ്ട് തോടിൻ്റെ ചേർന്നൊരു അലക്കുകല്ലുണ്ട്, അത് അവിടെ ഇരുന്നിട്ട് വീട് നശിച്ച് ഇത് അങ്ങോട്ട് എടുത്ത് വെക്കണം. എനിക്കത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട, കാരണം യേശു കൂടെ ഇല്ലാണ്ട് ഭവനം പണിയുന്നു, വൃഥാ പണിയുന്നു. അതൊക്കെ ഇങ്ങനെ എൻ്റെ കെട്ടിയവൻ അതൊക്കെ മാറ്റിച്ചു കേട്ടോ. പക്ഷേ അതൊന്നുമല്ല, ഇതിലൊന്നും ഒരു കാര്യേ ഇല്ല. ദൈവം കൂടെ ഇല്ലാത്ത മനുഷ്യൻ നിർഭാഗ്യവാനാണ്, ഭാഗ്യം അവൻ്റെ കൂടെ ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തോളണം, നമുക്കിപ്പോൾ ദൈവത്തിനോട് നേരിട്ടിയെന്ന് യേശു അപ്പാ, എൻ്റെ സ്വർഗീയ അപ്പാ പിതാവേ എന്നൊക്കെ വിളിക്കാനൊരു ഭാഗ്യമായി. നമ്മുടെ കാര്യങ്ങൾ പറയാം. നമ്മളെപ്പോഴും മേടിക്കുന്നവർ തന്നെയല്ല, നന്ദി പറയുന്നവരോടെ ആകട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗീവവേയുടെ കാര്യം ഓർക്കണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങളെ നോക്കി ഗിഫ്റ്റ് വോച്ചർ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. പിന്നെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ ഡയമണ്ട് റിംഗ് ഉണ്ട്. അതുകൂടാണ്ട് ഇത് ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെയാണ്. ഇത് ദാമനിൽ തന്നെയാട്ടോ, പ്യുവർ കോട്ടയാട്ടോ. ഇത് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടാറെന്ന് എനിക്ക് തോന്നും. നമ്മൾ കഴിഞ്ഞ വർഷം വേനക്ക് കിട്ടിയിട്ട് പിന്നെ ഇട്ടിട്ടില്ലല്ലോ. ഇപ്പം കോട്ടയുടെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വേനക്ക് കിട്ടിയിട്ട് പിന്നെയൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഇവിടെ ബേജ് കളർ വന്നിട്ട് ഗ്രീൻ. ഇത് ദാമനിൽ വന്നതാണ്. വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ല യോക്കി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ലൈനിങ് ഉണ്ട് ഇതിന്, വിത്ത് ലൈനിങ് ആട്ടോ. ബോട്ടം എന്ത് ഇതിൻ്റെ? ബോട്ടം ഒന്നുമില്ല, ഞാൻ നോക്കൂ. വിത്ത് ലൈനിങ് ആണ്. 1599 ഉള്ളൂ. ഫാഷൻ പോകുന്നവർക്കും ആരും ബുദ്ധിമുട്ടണ്ട. നല്ല പ്യുവർ കോട്ടയാണ്, ഒറിജിനൽ കോട്ടയാണ്. ക്രേപ്പിൻ്റെ ഷോളാണ്. നല്ല സൂപ്പർ സംഭവം. എപ്പോഴും നമുക്ക് പെട്ടെന്ന് തീരണ സംഭവം കേട്ടോ. അപ്പോൾ നമ്മളെന്നും റീസ്റ്റോക്ക് കഴിക്കും. വരും എന്നൊക്കെ പറയും, അല്ലാണ്ട് ഈ വേനൊക്കെ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഉണങ്ങിയെടുക്കണ മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 1599 ആണ്. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ്. നീളമൊക്കെ കിട്ടും കേട്ടോ. നീളമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ലൈനിങ്ങിന് നല്ല നീളമുണ്ട്. നല്ല ക്രേപ്പ് ഷോള്, ബോട്ടം. 1599 ഉള്ളൂ വില. അതൊരു വലിയ ഇതാണ്. പ്യുവർ കോട്ട ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാലും വലിയൊരു അനുഗ്രഹം കേട്ടോ. ഒരു ബ്രിക്ക് കളറ്, ഇതിൻ്റെ ബോട്ടം വേറെ കളർ. അടിപൊളിയാണ്. നല്ല കളർ ചാർട്ടുകളാണ്. എല്ലാം നല്ലതാണ്. മെയിൻ ആ ബേസിക് ഇത് ചിക്കു കളറായത് കാരണേ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കും, ഒരു എലഗൻ ലുക്ക് തോന്നിക്കും.
ഞാൻ ഒരെണ്ണം മറിച്ച് കാണിച്ചു കൊടുക്കട്ടെ. എല്ലാം യോക്കിപ്പോൾ മറിച്ച് കാണിക്കാൻ പിടിച്ചത്. ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റിൻ്റെ കോട്ടൺ ബോട്ട്. എൻ്റെ വീട് നിറച്ച് ബ്ലോക്ക് പ്രിന്റിൻ്റെ കോട്ടാണ്. കുറേ കോട്ടയുണ്ട്. അവരിങ്ങനത്തെ ഈ പ്രിന്റും ഇതും അല്ലാണ്ട് അവർ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. പോവില്ല കേട്ടോ. പണ്ടത്തെ പിന്നെ ചുരി ബോട്ടോ ഇപ്പം ഞാൻ ഇടാത്ത കാരണം പ്രശ്നം. കുറേ ചുരി ബോട്ടോ ഇരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ചുരി ബോട്ടോ അത്ര ഇഷ്ടമല്ല. പെട്ടെന്ന് ഈ നമുക്കിങ്ങനെ എന്ന് സ്ഥിരം കടയിൽ നിൽക്കുമ്പോൾ ഇപ്പം ലെഗിൻസൊക്കെ ഇട്ടുകൊണ്ട് ആൾക്കാർ ഒരു ഭേദാണ്ട് പോലെ തോന്നുക. ഞാൻ ലെഗിൻസിൻ്റെയൊക്കെ ഫാനായിട്ട് ആളാട്ടെ. വലിയ കുറ്റം പറയണ്ട, അതൊന്നും പറയണ്ട. ലെഗിൻസ് നമുക്ക് കാലിന് ചൂടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വേദന മാറും എന്നൊക്കെ പറയണം. ഒരിടയ്ക്ക് ലെഗിൻസ് വിരോധികൾ തന്നെ അറിഞ്ഞു അല്ലേ. ഇത് സിൽക്കി കോട്ട കട്ട് വർക്കിൻ്റെ അടിയിലിങ്ങനെ അടിയിലും ഇങ്ങനെ കട്ട് വർക്ക് ഉണ്ട് കേട്ടോ. ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്ക് ബോട്ടമാണ്. ലൈനിങ് ഒന്നുമില്ലല്ലോ. ലൈനിങ് ആണോ ഉണ്ടോയെന്നൊരു സംശയം. ലൈനിങ് ഉണ്ട്, വിത്ത് ലൈനിങ്. അതിൻ്റെ ഷോളും പ്രത്യേകതയുണ്ട് കേട്ടോ. ഷോളും ഇതേ ഇങ്ങനെ ഫുള്ള് ലേസ് വർക്കൊക്കെ ഉണ്ട്. 1550. ഫങ്ഷൻ വെയറും ക്യാഷ്വൽ വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഷോളിൻ്റെ ഉള്ളിലുമുണ്ട് വർക്ക്. അരികത്ത് ഇത്രയും വീതിക്ക് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല സംഭവം കേട്ടോ. $1599 അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. പെട്ടെന്ന് എടുത്തോ. $1599. ഇനി നമ്മൾ ബാത്തിക്കിൽ നല്ലൊരു ബാക്ക് പീസൂടെ കൂട്ടിക്കാണു പോയി. കനേ ഇല്ല കേട്ടോ. ഇതേ പിടിച്ചൊരു കനം. പ്യുവർ കോട്ടൺ, കോട്ടൺ കേട്ടോ. യോക്കിൽ ഇങ്ങനെ ഇത് കോൺട്രാസ്റ്റ് ബോട്ടോ ഷോള് കേട്ടോ. വലിയ വിലയില്ല കേട്ടോ. ഇവിടെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ബോട്ടോ 1399 ഉള്ള. ഈ ഹാൻഡ് വർക്കൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ പേര് മറന്നു. ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഇവിടെ ഹോം സയൻസ് ഒക്കെ നമുക്കുണ്ടാകുന്ന ഹോം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഒരു പൂ പോലും ഫിനിഷ് ചെയ്തിട്ടില്ല. എനിക്കറിയാൻ കൊള്ളാം എല്ലാം. എന്നിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന പിള്ളേരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. ഞാൻ ചെയ്താന്നും പറഞ്ഞ് സാരിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകും. അപ്പം പിള്ളേർ പറയും ഇത് എപ്പോഴും പെയിൻറ്റിങ് പഠിക്കാൻ ഞാൻ നസ്രയത്തിലാണ് പോണേ, എറണാകുളത്തെ. അപ്പോൾ സിസ്റ്റർ ഞെട്ടും. എല്ലാവരെയും കാണിച്ചു കൊടുക്കുവേ. സുനി ചെയ്ത ഹാൻഡ് വർക്ക് കാണും, സുനി ചെയ്ത പെയിൻറ്റിങ് സാരികൾ കാണും. ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കാം. എനിക്കതിനുള്ള ക്ഷമയില്ല. സാരി മുഴുവൻ ചെയ്യും. എനിക്കത് അറിയാം. ഞാൻ പിള്ളേരെ പഠിപ്പിക്കാണ്ട് അവർക്ക് പൈസ കൊടുത്ത് ചെയ്യിക്കുവാട്ടോ ചെയ്യണേ. അവരെന്നും പറയും ഞങ്ങൾ അവിടെ വന്നിട്ട് ഇതെല്ലാം പൊട്ടിക്കും, മടിച്ച് കോതയാന്ന് ലോകം മുഴുവനും അറിയട്ടെ എന്നൊക്കെ. 1399 അല്ലേ ഉള്ളൂ. 1399. ഇത്തിരി ഹാൻഡ് വർക്കിൻ്റെ സാരി ഉണ്ടായിരുന്നു. അയ്യോ ഇവിടെ എങ്ങനെ പഠിക്കാൻ പറ്റുന്ന പിള്ളേർ എന്നാ മിടുക്കരാന്നറിയാവോ. നമ്മളൊരു സ്റ്റിച്ച് കാണിച്ചു കൊടുത്തിട്ട് തിരിയുമ്പോഴത്തേനും അവർ 5 പൂക്കളുണ്ടാക്കും. പിന്നെ എന്നാ ചെയ്യണേ. അത്രയും കഴിവുള്ളവരൊക്കെയാണ് എല്ലാവരും. 1399. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് വശം ഇങ്ങനെയാണ്. യോക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാം പ്യുവർ കോട്ടൻ്റെ ആട്ടോ. ഈ തവണ വീഡിയോ കാണിക്കുന്ന എല്ലാം പ്യുവർ കോട്ടൺ ആണ്.
ഇപ്പം എല്ലാവരും അധികവും കോട്ടണാണ് ചോദിച്ചു വന്നെ. ചൂടത്തൊക്കെ കോട്ടണല്ലേ മെയിൻ പോണേ. ഇത് കോട്ടൺ അല്ല കേട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ സെറ്റാണ്. യോക്കിൽ ലക്നോയി വർക്കുണ്ട്. ബോട്ടം ഒരു സോഫ്റ്റ് സിൽക്കാണ്. ഷോളിൻ്റെ 2 വശവും സ്കാലപ്പും ഉണ്ട്. 999 രൂപയുള്ളേ. നല്ല സെറ്റ് ഈ വില വെച്ച്. $999. ഉള്ളൂ. അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളി. യെല്ലോ ഉറക്കം നിന്ന് ഫോണും പിടിച്ച് രാത്രി മൊബൈലും പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയെ. എന്നിട്ട് ഫോണും പിടിച്ചില്ലെങ്കിൽ വേറെ തന്നെ എനക്ക് തന്നെയാണോ കാണേണ്ടത് ദൈവത്തിന്. 999. ഞാനും ഒക്കെ ഈ ഫോണിന് അഡീഷനാണ്. എന്നിട്ട് കുറേ നേരം ഫോൺ കണ്ടാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അപ്പം ഇപ്പം ഞാൻ നേരെ തിരിച്ച് കുറച്ച് നേരം ചില ദിവസമൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതാത് ദിവസം ഡയറിയിൽ വചനമൊക്കെ എഴുതി ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് നല്ല കൊച്ചായിട്ട് കുറേ എഴുത്തൊക്കെ എഴുതും യേശുദാൻ. ചില ദിവസം ആ മൊബൈലിലെ സിനിമയിലേക്ക് അന്നേരം നിരാശ വരും. എഴുത്തെഴുതിനൊക്കെ ദിവസമൊക്കെ അഭിമാനം തോന്നും ഇപ്പോഴും. ഈ ബാക്ക് വശം ഇങ്ങനെ, ഫ്രണ്ട് ഇങ്ങനെ, ഇവിടെയൊക്കെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ലെങ്തും ഉണ്ട്. ഇതിൽ കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ ഷോൾഡർ പീസ് വെച്ചാൽ മതി. 47 ഇറക്കമൊക്കെ കിട്ടും. നല്ല ബാത്തിക്കിൻ്റെ നല്ല പ്യുവർ കോട്ടൺ, ലൈനിങ് ഒന്നും വേണ്ട. കോൺട്രാസ്റ്റ് ആണ്. 990. ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ബോട്ടം കൊണ്ടൊരു ടോപ്പ് അടിക്കാമെന്ന് എനിക്കാണ്. ഒരു വൈറ്റ് ബോട്ടമൊക്കെ ഇട്ടാൽ വേണമെങ്കിൽ. ഞാൻ അതിൻ്റെ സെറ്റിൻ്റെ തന്നെ ബോട്ടമൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. കോൺട്രാസ്റ്റ് ആണ് എല്ലാം സെയിം. ചുമ്മാ ഇവിടുത്തെ കാണിക്കണ്ടല്ലോ, കാണിച്ചാൽ പോരെ. $990 നല്ല കോട്ടൺ സെറ്റാട്ടോ. നല്ലത്, ലൈനിങ്ങും വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ സെയിം ഇഷ്ടമുള്ളവർ ഒരെണ്ണം കാണിച്ചേക്കാം. സെയിമിൻ്റെ ഒരെണ്ണം കാണിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ ഇനി കാണിക്കാത്ത എടുത്തില്ലെങ്കിൽ അത് പോയി. ഇതെങ്ങനെയാണ് തലയുമ്പത്തെയാണ് പിടിച്ചാൽ അങ്ങനെ ആയിരിക്കും അല്ലേ? ഓ, അതൊക്കെ മറിച്ചാണ്. ഓ, ഇവിടുത്തെ തന്നെ അതിൻ്റെ വില ഇപ്പോഴറിയണം. ഓ, ഇതൊരു ശക്തമായിട്ടൊരു പോളല്. ഇപ്പം ഞാൻ നോക്കട്ടെ, തന്നെ വീഡിയോ പിടിക്കണം മനുഷ്യരൊക്കെ. ഞാൻ കഴിവുള്ള മനുഷ്യരല്ലേ. ഇപ്പം ഞാൻ ഓർക്കും യേശുവിനെ എത്ര സ്തുതിച്ച് ആരാധിക്കണം. ഞാൻ യേശുമ്പരാൻ പറയില്ല, കഴുതേനെ കെട്ടിയിട്ടേക്കണ കഴുതേനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേ. ഓ, ആ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെയാണെന്ന് കേട്ടോ. ആ സാഹചര്യത്തിലൊക്കെ കെട്ടിയിട്ടപ്പോൾ പിന്നെ ആ സാഹചര്യത്തിൽ പൊട്ട് പൊക്കകളെന്ന് പറഞ്ഞാൽ ചെളിക്കുണ്ടിൽ അവിടെ ഞാൻ സാഹചര്യമായിട്ടേ ഇപ്പോഴും യേശുമ്പരാൻ പറയുക അതിനിങ്ങനെ അഴിച്ചുകൊണ്ട് വന്നേരേന്ന്. എന്നിട്ട് യേശുമ്പരാൻ ആ കഴുതയുടെ പുറത്തായിട്ട് അങ്ങ് കയറിയിരിക്കും. ആ കഴുതയ്ക്ക് പിന്നെ എന്നാ ഗമ. എൻ്റെ അവസ്ഥ അതാട്ടോ. ഞാനറിഞ്ഞോട്ടോ ആ കഴുത. ഓ യേശുപ്പ. യെല്ലോ, മെറൂൺ, അടിപൊളി സംഭവങ്ങളാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. പെട്ടെന്ന് എടുത്തോ. നല്ല ബ്ലൂ, സെയിം ആണിത്.
ടോൺ ടു ടോൺ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇത് തയ്ക്കാനുള്ളത് കൊണ്ടു തോന്നുന്നു അല്ലേ? ടോപ്പിൻ്റെ തുണിക്ക് ഒട്ടും കനയില്ല, കോട്ടത്തിൻ്റെ തുണിക്ക് കനമുണ്ട്. ഡിഫറെൻറ്റ് 2 കോട്ടൊന്നും കാണില്ലായിരിക്കും അല്ലേ, 1 കോട്ടായിരിക്കും അല്ലേ? കോട്ടത്തിൻ്റെ തുണിക്ക് കനയില്ലെങ്കിൽ ചിലരൊക്കെ ലൈനിങ് വെക്കണം എന്നൊക്കെ പറയില്ല. ഇന്ന് വന്ന് താഴെ കസ്റ്റമർ പറയാം, ഞാൻ ചോദിച്ചു എന്നത്തിനൊന്നും എള്ളൊന്നും അടിക്കില്ല, പിന്നെ ഇനിയിപ്പോൾ ബോട്ടത്തിൻ്റെ അടിയിൽ നമ്മൾ ഷഡ്ഡി എല്ലാവരും ഇടുന്നുണ്ട്, പിന്നെ അതിൻ്റെ അടിയിൽ കാല് കാണുന്ന നോക്കുന്നവരങ്ങ് കാണട്ടെ എന്ന് നോക്കണം. ഞാനിങ്ങനെ കളിയാക്കി പറഞ്ഞ കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ബോധയുടെ ഇപ്പോൾ ഷോർട്സൊക്കെ ഇട്ടല്ലേ പെൺപിള്ളേർ കിടക്കണേ. ചുമ്മാ ഈ അമിതമായിട്ട് മറ്റുള്ളവർ കാണും, എന്ത് പറയും, എന്നാ പറയാൻ. പണ്ടത്തെ കാലത്തൊക്കെ മുണ്ടും ബ്ലൗസും ഇട്ടുകൊണ്ടല്ലേ ആൾക്കാർ കിടന്നുകൊണ്ടിരുന്നത്, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഒരു കമൻ്റ് അടി ഇല്ലായിരുന്നല്ലോ. ഇപ്പം ആൾക്കാർക്ക് ഇങ്ങനെ ചുമ്മാ ഓരോ നമ്മളെ പ്രതികരിക്കാനിട്ട, പിന്നെ ഈ വിവരമില്ലാത്തവരോട് പ്രതികരിച്ചിട്ട് തന്നെ ചെയ്യാനല്ലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കമൻറ്റും പറഞ്ഞ് ബോധമുള്ള വല്ല ആണുങ്ങളും നടക്കുമോ? എന്തെല്ലാം കാര്യങ്ങൾ കുടുംബത്തിൽ ചിന്തിക്കാനുണ്ട്. പെണ്ണുങ്ങളെ കമൻറ്റും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആണുങ്ങൾ ഭയങ്കര മോശമാട്ടോ. റേറ്റ് എന്നൂടെ പറഞ്ഞേ? 990 രൂപ കേട്ടോ. ഞാൻ വർത്താനത്തിനിടയ്ക്ക് പോകുമ്പോൾ റേറ്റൊക്കെ മറന്നു പോകും. 990 ഉള്ളേ. നല്ല സെറ്റുകളാട്ടോ. ഒറ്റ സെറ്റ് നമ്മൾ കാണിച്ചതിൽ ഏതെങ്കിലും മോശമുണ്ടോ? എല്ലാം സൂപ്പർ കിറ്റല്ലേ. അടിപൊളി സെറ്റാണ്, അടിപൊളി സെറ്റാണ്. ഇനി ഒരു റയോൺ അല്ലേ, എന്നാ വില? റയോണിൻ്റെ നല്ല അജ്രക് പ്രിൻറ്റിൻ്റെ ഇതൊരു സൈസ് ബ്രൗൺ ആട്ടോ. ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ, 46, 47 കിട്ടും. ബോട്ടം ചെയ്താട്ടോ, ഷോളിൻ്റെ പ്രിൻ്റ്. ഇങ്ങനെ ഷോള് 799 രൂപയുള്ളേ. റയോൺ ആട്ടോ, പ്യുവർ. നല്ല ലൈനിങ് ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, നല്ല ആയിട്ട് നല്ല സുഖമായിരിക്കും ഇടുമ്പോൾ. ബാക്ക് പീസ് എങ്ങനെയാണെന്നുണ്ട്, ബാക്കും ഫ്രണ്ടും എങ്ങനെയാട്ടോ, ഒരു ഡസ്റ്റി ചാർട്ടാട്ടോ. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടല്ല കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് ഇരിക്കണേ, ഒരു ഡസ്റ്റി ആട്ടോ. അങ്ങനെ ഒരു പ്യുവർ റയോൺ, നല്ല ക്ലോത്താണ്. ബ്രൈറ്റായിട്ട് തിളക്കം ഒന്നുമില്ലാത്ത ആട്ടോ. ഇനി അവിടെ കൈ കിട്ടിക്കഴിയുമ്പോൾ തിളങ്ങണില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ഇതാണ് ബോട്ടം. ഞാനിട്ടേക്കണ 2700 അതെ. ഇത് വെച്ച് നോക്കിയപ്പോൾ സെയിം പ്രിൻ്റ് പോലെ അല്ലേ. എനിക്ക് വയ്യ. അപ്പോൾ ഇങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ഈ വിലയ്ക്ക് കിട്ടും. തയ്യലൂടെ അറിയാവുന്നവർക്ക് എന്ത് സുഖമല്ലേ. മിക്കവർക്കും തയ്യലൊക്കെ അറിയാം. ഞാൻ ഈ പ്രസ്ഥാനം തയ്യൽക്കടയും ബ്യൂട്ടി പാർലറും ഇതെല്ലാം തുടങ്ങിയിട്ട് എനിക്ക് തയ്ക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് ക്ഷമയില്ല. അറിയാം, വെട്ടാനൊക്കെ അറിയാം, അളവെടുക്കാനൊക്കെ അറിയാം. അതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. തയ്ക്കുക ക്ഷമയില്ല. അയ്യോ, ഒരു തയ്യൽ പഠിക്കാൻ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് തുടങ്ങിയത്. എന്നിട്ട് ഞാനൊരു ഡ്രസ്സ് കൂട്ടി അടിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി. അത്ര നേരമൊക്കെ മിണ്ടാണ്ട മെഷീനായിട്ട് നോക്കി. ഇപ്പോൾ സ്ഥിരം മെഷീനായിരിക്കുന്ന മനുഷ്യർക്കൊക്കെ എന്ത് അവാർഡ് കൊടുക്കണ്ടേ. നല്ല കളേഴ്സൊക്കെ ആട്ടോ, പെട്ടെന്ന് എടുത്തോ കേട്ടോ. എല്ലാം തന്നെ നല്ല നല്ല സംഭവം എല്ലാം തന്നെ. നല്ല കളർ ചാർട്ടുകളും ഈ ബ്ലൂ. അപ്പോൾ ഇട്ടിട്ട് പോലെ ഒന്ന് ലൈക്ക്, കമൻറ്റ്, ഷെയർ. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്കീമിൻ്റെ കാര്യം മറക്കരുത്. ഞാൻ ഇത്രയും എല്ലാ തവണയും പറയണല്ലേ, വില കയറുമെന്ന് കൊണ്ട് വില കയറിയില്ല. ഒന്ന് വിശ്വസിക്കുക. ഒറ്റ തവണ നിങ്ങളൊന്ന് കൂടുക, എന്നിട്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റോ നിങ്ങൾക്ക് കംഫോർട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുകയേ വേണ്ട. ഒരു തവണ അക്കൗണ്ടിൽ കൂടെയല്ലേ പൈസ തരണം, ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പറിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ പൈസയ്ക്ക് ഉത്തരവാദിയായിരിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ബാങ്കിൻ്റെ ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ പേടിക്കാനും ഇല്ലല്ലോ.
ഒറ്റ തവണ നിങ്ങളൊന്ന് സ്കീമിൽ കൂടും. മിനിമം 1000 വെച്ച് നമുക്കിടാം. 1000 രൂപയ്ക്ക് ഇപ്പം അതിന് മാത്രമൊന്നും കിട്ടില്ല എങ്കിലും കിട്ടണതനുസരിച്ച് നമുക്കിടാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് സ്കീമിൽ കൂടുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.